എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 4 ശ്ലോകം 15, 16, 17, 18, 19, 20 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഭഗവാൻ ശ്രീനാരായണ മഹർഷിയുടെ ഊരുവിൽ നിന്ന് സൃഷ്ടിച്ച ഉർവശി എന്നുള്ള അതിസുന്ദരിയായിട്ടുള്ള ആ സ്ത്രീയെ ദേവലോകത്തേക്ക് കൊണ്ടുപോയി ദേവേന്ദ്രന് കാഴ്ചവെച്ചു. മന്മഥനും ദേവേന്ദ്രനും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ശ്ലോകം 15. ഓമിത്യാദേശമാദായ നത്വാതം സുരവന്ദന ഉർവശീം അപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യധികം യയു. ഭഗവാന്റെ ആ കൽപ്പന കാമാതിദേവാനുചരന്മാര് അങ്ങനെ ആവട്ടെ എന്ന് അംഗീകരിച്ച് നമസ്കരിച്ച് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. അങ്ങനെ നാരായണ മഹർഷിയുടെ ഊരുവിൽ നിന്ന് ജനിച്ചവളും അപ്സരസ്സുകളുടെ സംഘത്തിൽ വെച്ച് ശ്രേഷ്ഠയുമായ ഉർവശിയെ ആദരത്തോടെ സ്വീകരിച്ച് അങ്ങനെ മുമ്പിൽ നടത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ഏറ്റവും മുമ്പിൽ ഉർവശി എങ്ങനെ നടത്തിക്കൊണ്ടായിരുന്നു അവര് പോയത് സ്വർഗത്തിലേക്ക്. ഇന്ദ്രായാനമ്യ സദസി ശൃണ്വത്താം ത്രിദിവൗകസാം ഊജുർനാരായണ ബലം ശക്രസ്തത്രാസ വിസ്മിത. ദേവേന്ദ്രൻ അങ്ങനെ തന്റെ പദവിയോട് കൂടിയിട്ട് ആ ദേവസഭാ മധ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മന്മഥാദികളെ ചെന്ന് വണങ്ങി. അങ്ങനെ സ്ത്രീകളെ കൊണ്ട് മോഹിപ്പിക്കാൻ വേണ്ടി ആജ്ഞാപിച്ച് പറഞ്ഞയച്ചതല്ലേ ഇവരെ ശ്രീനാരായണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക്. അപ്പോഴാണ് ഈ ഉർവശി അങ്ങോട്ട് മുമ്പിൽ കൊണ്ടാണ് നിർത്തി. ഉർവശിയെ കണ്ടതില്ലേ ഇന്ദ്രൻ അങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു സുന്ദരിയും. അപ്പൊ ഇവരെ വിസ്തരിച്ചു പറഞ്ഞു ഉണ്ടായ കാര്യങ്ങളൊക്കെ. ആ നാരായണ മഹർഷിയുടെ അസാധാരണമായിരിക്കുന്ന തപശക്തി, കാരുണ്യം, പ്രഭാവം മുതലായിട്ടുള്ള ശ്ലാഘ്യ ഗുണങ്ങള് ദേവന്മാരെല്ലാവരും കേൾക്കെ ദേവേന്ദ്രനോട് അവര് പറഞ്ഞു. വേണമെങ്കിൽ ആ മഹർഷിക്ക് ഇവരെ ശപിക്കാം അല്ലെ. ഭഗവാൻ അത് ചെയ്തില്ല. അതാണ് കാരുണ്യം, ആ പ്രഭാവം. ഇതെല്ലാം ദേവേന്ദ്രൻ അതുകൊണ്ട് കേട്ടപ്പോ ആശ്ചര്യം മാത്രല്ല കുറച്ച് ഭയം കൂടി ഉണ്ടായി. ഇത്ര മഹാനായിട്ടുള്ള ആ മഹർഷിയുടെ നേരെ താൻ പ്രവർത്തിച്ച അക്രമം ആലോചിച്ച് ഭയപ്പെട്ടു പോയി ദേവേന്ദ്രൻ. ഹംസസ്വരൂപ്യവദത അച്യുതാത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാന വിഷ്ണു ശിവായ ജഗദാം കലയാവതീർണ തേനാഹൃതാ മധുഭിദാ ശ്രുതയോ ഹയാസ്യേ. നാരായണാവതാരം വളരെ പ്രധാനമാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതിനുശേഷം വേറെയുള്ള ചില അവതാരങ്ങളെ കൂടി പറയാണ്. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ശ്രേഷ്ഠങ്ങൾ തന്നെയാണ്. ഒന്ന് അങ്ങനെ വർണ്ണിച്ചത് മാത്രം. മറ്റെല്ലാ അവതാരങ്ങളും അതുപോലെ മഹാത്മ്യമുള്ളത് തന്നെയാണ്. ലോകങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി ഐശ്വര്യാദികളായ 6 ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്റെ അംശത്താൽ അവതരിക്കുന്നു എങ്കിലും സ്വരൂപത്തിൽ നിന്നോ ഗുണത്തിൽ നിന്നോ ഒട്ടും തെറ്റാതെയും നശിക്കാതെയും എപ്പോഴും ഒരേ വിധം ഇരിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ഹംസസ്വരൂപിയായിട്ട് അവതരിച്ചു. അങ്ങനെ സനകാദി മുനിമാർക്ക് ആത്മതത്വം ഉപദേശിച്ചു. ദത്താത്രേയനായിട്ടും സനൽകുമാര മഹർഷിയായിട്ടും ഞങ്ങളുടെ പിതാവായ ഋഷഭനായിട്ടും അവതരിച്ചു എന്ന് പറയുന്നു. മധു എന്ന അസുരൻ അപഹരിച്ചു കൊണ്ടുപോയ വേദത്തെ ഹയഗ്രീവനായി അവതരിച്ച ഭഗവാൻ അവനെ സംഹരിച്ച് വീണ്ടും കൊണ്ടുവന്നു. ഉക്തോപ്യേ മനുരിളൗഷധയശ്ച മാത്സ്യേ ക്രൗഡേ ഹതോ ദിദിജ ഉദ്ധരതാംഭസക്ഷ്മാം കൗർമേ ധൃതോദ്രി അമൃതോന്മഥനേ സ്വപൃഷ്ഠേ ഗ്രാഹാൽ പ്രപന്നമിഭരാജം അമുഞ്ചതാർത്ഥം. പിന്നെ ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു. സത്യവ്രതൻ എന്ന പേരായ മനുവിനെ പ്രളയത്തിൽ മത്സ്യരൂപനായ ഭഗവാൻ രക്ഷിച്ചു. ഭൂമിയെയും ഔഷധികളെയും ഋഷികളെയും പരിപാലിച്ചു. പിന്നെ
വരാഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യാക്ഷൻ എന്നു പേരായ ആദിദൈത്യൻ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോകയാൽ അവനെ ഹനിച്ചു. ഭൂമിയെ ജലത്തിൽ നിന്ന് മേൽപോട്ട് കൊണ്ടുവന്ന് സ്വസ്ഥാനത്തിൽ ഉറപ്പിച്ചു. പിന്നെ ആമയായിട്ട് അവതരിച്ചു. അമൃതവഥനത്തിൽ കടകോലായി ഉപയോഗിച്ച മന്ദരപർവ്വതം താണപ്പോ പൃഷ്ഠഭാഗത്തിൽ ധരിച്ച് യഥാസ്ഥാനത്ത് നിർത്തി. അങ്ങനെ ഭഗവാന്റെ കൂർമാവതാരം. ശാപത്താൽ ഇന്ദ്രദ്യുമ്നൻ ആനയായിട്ട് ത്രികൂടപർവ്വതത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വെള്ളത്തിലിറങ്ങി കുളിക്കുമ്പോൾ ഒരു മുതല കടിച്ചു. പൂർവവാസനയാൽ മനസ്സാ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വ്യസനിച്ചു നിന്ന ഗജേന്ദ്രനെ ചക്രധാരിയായി വന്ന ഭഗവാൻ മുതലയെ കൊന്ന് രക്ഷിച്ചു. ഏതേതു കാര്യത്തെ നിവർത്തിക്കാൻ ഏതേതു രൂപമോ ഉപകരിക്കുന്നത് അതാതു രൂപം ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെയാണ് ഭഗവാന്റെ അവതാരം. സംസ്തുന്നതോപ്തിപതിതാൻ ശ്രവണാൻ ഋഷീൻശ്ച ശക്രം ച വൃത്രവധതസ്തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോസുരഗൃഹേ പിഹിത അനാഥ ജഗ്നേ സുരേന്ദ്രമഭയായ സതം നൃസിംഹേ. കശ്യപ മഹർഷിക്ക് വേണ്ടി സമിത്തുക്കൾ കൊണ്ടുവരാനായി ബാലകില്യന്മാരെന്ന മഹർഷിമാര് പോയി. ഇവര് അങ്കുഷ്ഠപ്രായന്മാരാണ്. വിരലിന്റെ വലിപ്പേ ഉള്ളൂ ആ മഹർഷിമാർക്ക് അങ്കുഷ്ഠപ്രായമാരെന്ന് പറയുന്നത്. പശുക്കുളമ്പ് കൊണ്ടുള്ള കുഴിയില് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ഇവർക്ക് സമുദ്ര തുല്യമായിരുന്നു. അതായത് അത്രയും ചെറിയ കുളമ്പിന്റെ, ഒരു പശുക്കുളമ്പിന്റെ ചവിട്ടടി, അതിൽ എത്ര വെള്ളം ഉണ്ടാവും? അത് ഇവർക്ക് സമുദ്രം പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞ് ഋഷിമാരാണ് ഈ ബാലകില്യന്മാര്. അപ്പൊ അങ്ങനെ അവര് അതില് വീണു കുഴങ്ങി. ഇന്ദ്രൻ ഇതങ്ങോട്ട് കണ്ടപ്പോ പരിഹസിച്ചു ചിരിച്ചു. സങ്കടത്തോടുകൂടി ഭഗവാനെ കുറിച്ച് സ്തോത്രം ചെയ്തു ആ ബാലകില്യന്മാര്. അപ്പോ ആ ഋഷികളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു ഭഗവാൻ. ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിക്കുകയാൽ ബ്രഹ്മഹത്യയിൽ അകപ്പെട്ടു. ആ സങ്കടത്തിൽ നിന്ന് ഇന്ദ്രനെ രക്ഷിച്ചു ഭഗവാൻ. അസുരന്മാരോട് യുദ്ധം ചെയ്ത് തോറ്റോടിയപ്പോ ദേവസ്ത്രീകളെ അസുരന്മാര് ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്ന് സ്വന്തം ഗൃഹങ്ങളിലിട്ട് അടച്ചു. രക്ഷിക്കാൻ ആരുമില്ലാതെ അവര് വളരെ ഖേദിച്ചു. അപ്പോ അവരെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു. പ്രഹ്ലാദൻ മുതലായ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി നരസിംഹമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ കൊന്നു. പല അവതാരങ്ങളെ പറ്റി ഇങ്ങനെ ചെറുതായിട്ട് പറയണം. ദേവാസുരേ യുധിജ ദൈത്യപതീൻ സുരാർത്ഥേ ഹത്വാന്തരേഷു ഭുവനാന്യദധാൽ കലാഭി ഭൂത്വാധ വാമനയുമാമകരൽ ബലേക്ഷ്മാം യാജ്ഞാചലേന സമദാത് അതിതേ സുദേഭ്യ. ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിലുണ്ടായ യുദ്ധത്തില് ഇന്ദ്രാദി ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അസുരന്മാരിൽ വെച്ച് അധിപതികളായിരിക്കുന്നവരെ ഭഗവാൻ സംഹരിച്ചു. ഇതുപോലെ തന്നെ എല്ലാ മന്വന്തരങ്ങളിലും അതത് അവതാരങ്ങൾ കൊണ്ട് ദുഷ്ടന്മാരെ വധിക്കുക, നല്ല ജനങ്ങളെ അനുഗ്രഹിക്കുക എന്നീ പ്രവൃത്തികൾ ഉചിതം പോലെ നടത്തി ലോകങ്ങളെ പരിപാലിച്ചു. മഹാബലി 3 ലോകങ്ങളും സ്വാധീനപ്പെടുത്തിക്കൊണ്ട് രാജ്യപരിപാലനം ചെയ്യുമ്പോൾ ഇന്ദ്രന് അധികാരവും കൂടി ഇല്ലാതെയായി. അതിനാൽ മഹാബലിയെ അനുഗ്രഹിക്കുകയും ഇന്ദ്രാദിദേവന്മാരുടെ സ്ഥാനങ്ങൾ അവരവർക്ക് കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി വാമനമൂർത്തിയായിട്ട് അവതരിച്ചു. മഹാബലിയുടെ യാഗശാലയിൽ പരമ തേജോനിധിയായ ഭഗവാൻ പ്രവേശിച്ചു. 3 അടി സ്ഥാനം 3 അടി മണ്ണ് യാചിക്കുക എന്ന വ്യാജരൂപേണ 3 ലോകവും സ്വാധീനപ്പെടുത്തി ദേവന്മാർക്കായിക്കൊണ്ട് ദാനം ചെയ്തു. മഹാബലിക്ക് പാതാളത്തിന്റെ ആധിപത്യവും ഈ മന്വന്തരം കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനായി വരും എന്നുള്ള അനുഗ്രഹവും കൊടുത്തു. ഓരോ മന്വന്തരത്തിന്റെ അധിപന്മാരായി ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്ന ഭഗവാൻ അതിന് വിഘ്നം കൂടാതെ രക്ഷിക്കാൻ വേണ്ടുന്ന വ്യാപാരങ്ങൾ നടത്തുന്നത് ജീവികളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.